അമേരിക്ക നടത്തുന്ന യുദ്ധം അനാവശ്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ അമേരിക്കയുടെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരാൾ രാജിവെച്ച് പോയിരിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നു. എങ്ങനെ വിലയിരുത്തും? പല യുദ്ധങ്ങളോടും പൊതുജനങ്ങൾക്ക് എതിർപ്പുണ്ട്. ഇപ്പൊ ഈ യുദ്ധത്തിൽ തന്നെ ഏകദേശം 60% പേര് ഇറാനുമായിട്ട് നടത്തുന്ന യുദ്ധം അമേരിക്കയിലെ സാധാരണക്കാർ പറയുന്നത് ആവശ്യമുണ്ടായിരുന്നില്ല, അമേരിക്ക ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് അമേരിക്കയിലെ 60% ജനങ്ങളും വിലയിരുത്തുന്നത്. പക്ഷേ ഇപ്പൊ വരുന്ന ഈ വാർത്ത ഞെട്ടിക്കുന്നതാണ്. അതായത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഉന്നത തലങ്ങളിൽ വലിയ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ ഡയറക്ടർ ജോ കെന്റ് രാജിവെച്ചിരിക്കുകയാണ് തന്റെ പദവിയിൽ നിന്നും. അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ഇറാനുമായിട്ട് നടത്തുന്ന യുദ്ധം അനാവശ്യമാണ്. ഇത് പറയുന്നത് അതിന്റെ വലിയ ഒരു ഉദ്യോഗസ്ഥനാണ്. അതായത് എല്ലാ രഹസ്യാന്വേഷണ വിവരങ്ങളുമായിട്ട് ഡയറക്റ്റായിട്ട് വിവരം കിട്ടുന്ന അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ അമേരിക്കൻ നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ എന്ന് പറയുന്നത്. അതിന്റെ ഡയറക്ടറായിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വിശദമായിട്ട് അപ്പൊ അതിലേക്ക് നമുക്കൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ആരാണ് ഇദ്ദേഹം എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. വെറും ഒരു രാജി എന്നതിലുപരി ഇത് അമേരിക്കൻ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിക്കുള്ളിൽ നടന്ന വലിയ ഒരു കലഹത്തിന്റെ പുറത്തുവരലാണ്. നമ്മൾ ഒരു കെണിയിൽ അകപ്പെടുകയായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യമാണ് അദ്ദേഹത്തിന്റെ രാജിക്കത്തിലൂടെ അദ്ദേഹം ഈ ലോകത്തിന്റെ മുന്നിൽ വയ്ക്കുന്നത്. അതായത് നമുക്കറിയാം 2003 ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചപ്പോൾ ഒരു ഇന്റലിജൻസ് ഒരു പിഴവുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഇറാഖിന് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്നാണ്. പക്ഷെ ആ യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധം അമേരിക്ക ജയിക്കോ തോറ്റോ എന്നുള്ളത് ചരിത്രം വിലയിരുത്തപ്പെടേണ്ടതാണ്. എന്നാലും അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ പരിശോധനകളും കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ പറയുന്നത് പോലെ വിനാശകാരിയായിട്ടുള്ള ഒരായുധവും ഇറാഖിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് ഒന്നുകിൽ അമേരിക്കയുടെ ഒരു ഇന്റലിജൻസ് പിഴവായിട്ട് കണക്കാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി, ആക്രമണം നടത്താൻ വേണ്ടി, ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാര്യം അന്ന് അമേരിക്കൻ സർക്കാർ നിർമ്മിച്ചെടുത്തതാണെന്നാണ് അടുത്ത രണ്ടാമത് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അതേപോലുള്ള ഒരു വളരെ പ്രസക്തമായ ഒന്നുകിൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ വാർത്തകൾ കെട്ടിപ്പടുത്തതാണ്, അല്ലെങ്കിൽ അത് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി, അതായത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അമേരിക്ക ബോധപൂർവം നിർമ്മിച്ചെടുത്തതാണ്. അതൊരു ഇന്റലിജൻസ് പരാജയമായിരുന്നു എന്നാണ് ഈ ജോ കെന്റ് പറയുന്നത്. അദ്ദേഹം പറയുമ്പോൾ അതിന് വലിയ പ്രസക്തിയുണ്ട്. ഇനി നമ്മൾ വിചാരിക്കും ആരാണ് ഈ ജോ കെന്റ്, അദ്ദേഹം ഒരു നിസാരക്കാരനാണോ? അല്ല എന്നാണ് ഉത്തരം. 20 വർഷത്തിലേറെ അമേരിക്കയുടെ വളരെ അറിയപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഫോഴ്സസ് ആണ് ഈ ഗ്രീൻ ബെറേ എന്നാണ് പറയുക. ഗ്രീൻ ബെററ്റ് എന്നാണ്, BERET, ബെററ്റ് എന്നാണ് അതിന്റെ എഴുത്തെങ്കിലും ഗ്രീൻ ബെറേ എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയ്ക്ക് ഡെൽറ്റ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട്, ഗ്രീൻ ബെറേ എന്നുണ്ട്, മറ്റൊരെണ്ണമാണ് റേഞ്ചേഴ്സ്. ഇവരൊക്കെ ഏറ്റവും ആദ്യം പ്രശ്നമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ചെന്നിറങ്ങുന്ന ആളുകളാണ്. അങ്ങനെ 20 വർഷത്തിലേറെ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സസിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും 11 തവണ യുദ്ധമുഖത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാളാണ് ഈ ജോ കെന്റ്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഈ ഷാൻ കെന്റ് എന്ന് പറയുന്നത്, ഷാനൻ കെന്റ്. 2019 സിറിയയിൽ വെച്ച് ICIS നടത്തിയ ചാവേർ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ ഷാൻ കെന്റ് കൊല്ലപ്പെടുകയുണ്ടായി. അപ്പൊ അദ്ദേഹം ഒരു ഗോൾഡൻ സ്റ്റാർ ഭർത്താവ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ ഗോൾഡൻ സ്റ്റാർ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വേണ്ടി വീരചരമം, യുദ്ധരംഗത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ സംഘടനകളിലോ വീരചരമം അടഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഭാര്യയോ ഭർത്താവിനെയാണ് ഈ ഗോൾഡൻ സ്റ്റാർ ഭാര്യ എന്നോ അല്ലെങ്കിൽ ഗോൾഡൻ സ്റ്റാർ ഭർത്താവോ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു ഗോൾഡൻ സ്റ്റാർ ഭർത്താവാണ്. അതായത് സൈനികരുടെ കുടുംബങ്ങൾ
അനുഭവിക്കുന്നതിന്റെ വേദന കൃത്യമായി അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വാസ്യത എന്താണെന്നും കൂടി നമ്മൾ അറിയണം. ഈ ട്രംപിന്റെ ഏറ്റവും വലിയ പിന്തുണക്കാരനായിരുന്നു അദ്ദേഹം. വാഷിങ്ടൺ സ്റ്റേറ്റിൽ നിന്ന് കോൺഗ്രസിലേക്ക് മത്സരിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ലിബറൽ ആണെന്നോ ഡെമോക്രാറ്റ് ആണെന്നോ പറഞ്ഞ് എളുപ്പം മുദ്ര കുത്താൻ ട്രംപിനാകില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ രഹസ്യാന്വേഷക റിപ്പോർട്ടുകളിൽ വലിയ തിരിമറി നടന്നിട്ടുണ്ടെന്നാണ്. ഇറാൻ അമേരിക്കയ്ക്ക് നേരെ ഉടനടി ഒരു മിസൈൽ ആക്രമണം നടത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ എവിടെയാ വന്നത്? NCTC, ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ കസം സെന്ററിലാണ് ഈ വരുന്നത് വൃത്ത. എന്നാൽ ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചില ഉദ്യോഗസ്ഥർ തിരുത്തി എഴുതി ഉണ്ടാക്കിയ റിപ്പോർട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. അദ്ദേഹം ഈ പറയുന്നത് സൈനികർ വലിയ വില കൊടുക്കുന്ന ഒരു കാര്യമാണ്, അവിടുത്തെ സാധാരണ ജനങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം അമേരിക്കൻ ഭരണകൂടത്തിന് മേല് ഇസ്രായേലിനും അവരുടെ അമേരിക്കയിലുള്ള ലോബികൾക്കുമുള്ള സ്വാധീനമാണ് അദ്ദേഹം വളരെ കടുപ്പത്തിൽ വിളിച്ചു പറയുന്നതും വിമർശിക്കുന്നതും. അമേരിക്കയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിരുന്നു ഈ യുദ്ധം. ഇറാനുമായിട്ട് ഇത്തരം ഒരു യുദ്ധത്തിന്റെ യാതൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വിളിച്ചു പറയുന്ന മറ്റൊരു കാര്യം. മാത്രമല്ല, അമേരിക്ക, അതായത് ട്രംപ് പ്രത്യേകിച്ച്, ട്രംപ് എപ്പോഴും പറഞ്ഞത് ഞാൻ അനന്തമായ യുദ്ധങ്ങൾ ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അനന്തമായ യുദ്ധങ്ങൾ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ട്രംപ് ഇപ്പോൾ മറ്റൊരു നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ, ഇതാ വെനീസ്വലയിലെ പോലെയുള്ള ഒരു ഓപ്പറേഷൻ അല്ല, മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടുന്നത് തൻ്റെ അണികളോട് തന്നെയുള്ള വലിയ ചതിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെന്താ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ ട്രംപ് ഇറാനുമായിട്ട് ആരംഭിച്ച യുദ്ധം ഒരു ചെറിയ സംഭവമല്ല. അതായത് അത് ചെറിയ സംഭവമാണെന്ന് അഥവാ ട്രംപ് വിചാരിച്ചിരുന്നുവെങ്കിൽ ട്രംപിനൊഴിച്ച് മിക്കവാറും മറ്റേ ലോകത്തുള്ള പലർക്കും അറിയാമായിരുന്നത് ഒരു ചെറിയ യുദ്ധമായി അവസാനിക്കുന്നില്ലെന്ന്. ഇങ്ങറ്റത്ത് കേരളത്തിൽ കിടക്കുന്ന ഞാൻ തന്നെ ഇത് തുടങ്ങുന്നതിന് മുൻപ് എഴുതി ഇതൊരു വലിയ അപകടമാണ്, ഇത് നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു യുദ്ധമാണ്. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നിരിക്കണം. അപ്പോ ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന പ്രസ്ഥാനത്തിന്റെ വലിയ പിന്തുണക്കാരനായിരുന്നു അദ്ദേഹം ഇങ്ങനെ ആ യുദ്ധം ഏറ്റവും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ്, അതും അവരുടെ ഇന്റലിജൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇത് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് ട്രംപ് നേരിടാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു മാനുഫാക്ചേർഡ് ഭീഷണിയാണെന്ന്. അതായത് വെറുതെ നിർമ്മിച്ചുണ്ടാക്കപ്പെട്ട, ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചുണ്ടാക്കപ്പെട്ട ഒരു ഭീഷണിയായിരുന്നു. ഇറാനിൽ നിന്നുള്ള ഭീഷണിയെ പെരുപ്പിച്ച് കാണിച്ചതാണ്, ഇത് മനഃപൂർവ്വം നിർമ്മിച്ചെടുത്തതാണ്, അല്ലാതെ ഇറാന് തൽക്കാലം അമേരിക്കയെ ആക്രമിക്കാനുണ്ടായിരുന്ന യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല, അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല. അമേരിക്കയെ ഡയറക്റ്റായിട്ട്, അമേരിക്കൻ സഖ്യരാജ്യങ്ങളെയല്ല. അപ്പൊ അത് ഇസ്രായേലിന്റെ കെണിയിൽ അമേരിക്ക വീണു എന്നാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിന്റെ ആ കത്തില്, റെസിഗ്നേഷൻ ലെറ്ററിൽ, രാജിക്കത്തിൽ പറഞ്ഞത്, ഇറാൻ നമ്മുടെ രാഷ്ട്രത്തിന് ഉടനടി ഭീഷണിയൊന്നും ഉയർത്തിയിരുന്നില്ല, ഇസ്രായേലിന്റെയും അമേരിക്കയിലെ അവരുടെ ശക്തമായ ലോബിയുടെയും സമ്മർദ്ദം മൂലമാണ് ഈ യുദ്ധം ആരംഭിച്ചത്, അതിനകത്ത് അമേരിക്ക പെട്ടുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മുടെ ഈ അജിത് ഡോവല് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് നാം മനസ്സിലാക്കുക. അപ്പോഴാണ് ഇതിന്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. എന്നും ട്രംപ് പറഞ്ഞിരുന്നത് അമേരിക്ക ഫസ്റ്റ് എന്നാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചെയ്തതിനകത്ത് അമേരിക്ക ഫസ്റ്റ് എന്ന തത്വം നിലനിൽക്കില്ല, അമേരിക്കയ്ക്ക് പണിയാകും എന്നാണ് അവിടെ ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞത് ഒരു വാക്ക്, അദ്ദേഹത്തിന്റെ വരികൾ, 11 തവണ യുദ്ധമുഖത്ത് സേവനമനുഷ്ഠിച്ച ഒരു സൈനികൻ എന്ന നിലയിലും ഇസ്രായേൽ നിർമ്മിതമായ ഒരു യുദ്ധത്തിൽ തന്റെ പ്രിയതമ ഷാനെ നഷ്ടപ്പെട്ട ഒരു ഗോൾഡ് സ്റ്റാർ എന്ന നിലയിലും, അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാർ ഹസ്ബൻഡ് എന്ന നിലയിലും അമേരിക്കൻ ജനതയ്ക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു യുദ്ധത്തിൽ പോരാടാനും മരിക്കാനുമായി അടുത്ത തലമുറയിലെ അമേരിക്കക്കാരെ അയക്കുന്നതിന് എനിക്ക് പിന്തുണയ്ക്കാൻ സാധിക്കുകയില്ല. ഇത് അമേരിക്കൻ ജീവനുകളുടെ വിലയ്ക്ക് തുല്യമാകുന്ന ഒരു യുദ്ധമല്ല. ഇതൊരു വലിയ കടുത്ത എഴുത്താണ് അദ്ദേഹത്തിന്റെ രാജിക്കത്ത്. ഇത് അമേരിക്കയിൽ കൊടുങ്കാറ്റ് ഉയർത്തും എന്നുള്ളതിനകത്ത്
ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ അദ്ദേഹം പറഞ്ഞില്ലേ, ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന സങ്കല്പത്തില് വലിയ ഒരു വിള്ളലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി അമേരിക്കയുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു എന്നൊക്കെ അത് ട്രംപ് ആഘോഷിക്കുന്നു, ഇറാനെതിരെ ശക്തമായി ഒക്കെ ആക്രമണം നടത്തി എന്നൊക്കെ പറയുമ്പോഴും ഇറാന്റെ ശക്തമായ പ്രതിരോധം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. ഇതുവരെ 13 അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഏകദേശം 200ഓളം സൈനികർക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരൊക്കെ ഇവരുടെ ബോഡികൾ, അതായത് ശവശരീരങ്ങൾ അമേരിക്കൻ ഫ്ലാഗിൽ പുതപ്പിച്ച് തിരിച്ച് അമേരിക്കയിലോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് വലിയ പ്രശ്നം അമേരിക്കൻ ജനതയിൽ ഉണ്ടാക്കുന്ന ഒന്നാണ്. 2, ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ വീമ്പിളക്കുന്നുണ്ടെങ്കിലും അത് അടുത്ത കാലത്തൊന്നും തുറക്കാൻ പോകുന്നില്ല. കാരണം ഇറാൻ അതുവഴി പോകുന്ന ഒരു കപ്പല് അടിച്ച് ആക്രമിച്ച് തകർത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പണി കിട്ടും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എല്ലാ കപ്പലുകളെയും സുരക്ഷിതമായി കടത്തിവിടാൻ വേണ്ടി പ്രയത്നിക്കേണ്ടി വരും. നേരെ മറിച്ച് ഇറാൻ ഒരു കപ്പൽ അടിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നെ മറ്റൊരു എപ്പിസോഡിൽ പറയാം. അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അതോടുകൂടി കപ്പൽ ഗതാഗതം പ്രതിസന്ധിയിലാവും ഇപ്പോൾ ഉള്ളതുപോലെ. അപ്പോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ജോ കെന്റ് പറഞ്ഞ ഒരു കാര്യം, ഒരു ഇറാഖ് യുദ്ധത്തിന്റെ തനിയാവർത്തനമല്ലേ ഇത് എന്ന് ഉള്ള ഒരു കാര്യം അമേരിക്കൻ ഇന്റലിജൻസിന്റെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ അമേരിക്കയുടെ ഇന്റലിജൻസ് എവിടെ നിൽക്കുന്നു? അമേരിക്കയുടെ ഇന്റലിജൻസ് അഥവാ ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണോ അമേരിക്കൻ ഇന്റലിജൻസ്? ഇങ്ങനെ ഒരു 4 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ ഈ യുദ്ധം തീരുമെന്ന് അമേരിക്കൻ സർക്കാരിനെ അമേരിക്കൻ ഇന്റലിജൻസ് തെറ്റായി ബോധ്യപ്പെടുത്തിയിരുന്നോ? ഉണ്ടെങ്കിൽ തന്നെ അത് ആർക്ക് വേണ്ടി? ഇതൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്ക ശ്രദ്ധിക്കേണ്ടത് ചൈനയുമായിട്ടുള്ള സാമ്പത്തിക യുദ്ധത്തിലായിരുന്നു. അതിന് പകരം ഇറാനെതിരെ ഇപ്പൊ എടുത്തു ചാടി നടത്തുന്ന ഈ യുദ്ധം ഇസ്രായേലിന് വേണ്ടിയാണ്. അത് ചെയ്യുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് നീതു എന്തെങ്കിലും ചോദിക്കാൻ ശ്രമിച്ചിരുന്നോ? പറയൂ, ചോദിക്കൂ. ഇല്ല സർ, വ്യക്തമാണ്. സമയപരിമിതി മൂലം അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് മാത്രം ഇടപെടാൻ നോക്കിയതാണ്. എന്തായാലും സാർ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് വളരെ വളരെ അനാവശ്യമായ ഒരു യുദ്ധത്തിലേക്കാണ് അമേരിക്ക കടന്നിരിക്കുന്നത്. ജോക്കന്റ് പറഞ്ഞതുപോലെ വ്യക്തമായും ചൈനയുമായുള്ള ഒരു സാമ്പത്തിക യുദ്ധത്തിൽ ഫോക്കസ് ചെയ്യേണ്ടിയിരുന്ന സമയത്താണ് അമേരിക്ക അനാവശ്യമായ ഒരു തീരുമാനമെടുത്തത്. അത് ഇസ്രയേലിന് വേണ്ടി കൂടിയുള്ളതായിരുന്നു. മറ്റു ബാഹ്യശക്തികളുടെ സമ്മർദ്ദം മൂലം അമേരിക്ക അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തി എന്ന് വേണം കരുതാൻ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ വിനോദ് പി നായർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.